ഞങ്ങളിത് അവിടെ അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിൻ്റെ പേരാണ് ബീഫും പൊറോട്ടയും. ഇത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ബീഫ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാലേ. ഇപ്പോൾ കേരള സ്റ്റോറി 2-ന്റെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടീനെ ആണ്ട്രാ ബീഫ് കുത്തിത്തിരിക്കുന്നു. അത്രയ്ക്കായി. ഞങ്ങളുടെ മതേതര കേരളത്തിൽ ഇങ്ങനെയൊന്നുമല്ല. കുറച്ച് പൊറോട്ടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുവേ. കാരണം ഞങ്ങൾ അത്ര മതേതരത്വക്കാരാണേ. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ സിനിമയിൽ എന്തുകൊണ്ട് ഈ സീൻ വന്നെന്ന് ഞാനിങ്ങനെ വട്ടം കറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ യഥാർത്ഥ സംഭവങ്ങൾ നടന്നെന്നുള്ള പല പല റിപ്പോർട്ടുകളാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ ഇടാം. നിങ്ങൾ തന്നെ കയറി പരിശോധിച്ചു. ഇവിടെ പൊറോട്ടയും തീറ്റയും കൂടിയൊക്കെ നടക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാം, ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടീനെ, ഒരു ഹിന്ദു പെൺകുട്ടീനെ ഒരു മുസ്ലിം യുവാവ് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം ഇവരുടെ വീട്ടുകാർ ഈ കുട്ടിയെ കൊണ്ട് ഈ സാധനം കുത്തിത്തീറ്റിക്കുന്നു. നമ്മുടെ നാടകത്തിലെ പ്രധാന കഥാപാത്രമായ ബീഫ് കുത്തിത്തീറ്റിക്കുന്നു. അയ്യോ അമ്പടാ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലേ. ഞാൻ ഒന്നുകൂടെ കറങ്ങി വാണ്ടാ ഇഷ്ടം പോലെ വാർത്ത ഇതുപോലെ ബീഫ് കുത്തിത്തിരിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അവർ സിനിമയിൽ ആ രംഗം ചിത്രീകരിച്ചത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സഖാക്കൾ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കേട്ടോ. നോമ്പുകാലം ആയതുകൊണ്ടേ ഈ പ്രോഗ്രാം പകൽ വെച്ചില്ല. അപ്പോൾ ചില ആൾക്കാരുടെ താല്പര്യങ്ങളൊക്കെ മുൻനിർത്തി ഈ പരിപാടി വൈകിട്ടത്തേക്കാക്കിയതുകൊണ്ടേ സഖാക്കൾ എന്തായാലും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അതെന്തായാലും കാലൊക്കെ കേട്ടോ. നമുക്ക് എല്ലാവരും നോക്കണമല്ലോ അല്ലേ. നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോ വാർത്തകൾ വെച്ച് അങ്ങോട്ട് വായിക്കാം. ലിങ്കുകളും കൊടുത്തേക്കാൻ നിങ്ങൾക്ക് കയറി പരിശോധിക്കാം. ഓക്കേ. അപ്പോൾ ആദ്യത്തെ സംഭവം ഞാൻ വായിക്കാം. ഇത് ഇന്ത്യ ടുഡേ, ന്യൂസ് 18, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്നതാണ്. ആർത്തി കുമാരി, ഏകദേശം 32 വയസ്സ്. പുള്ളിക്കാരി തൻ്റെ ഭർത്താവ് മുഹമ്മദ് ഷഹ്ബാനെതിരെ ലവ് ജിഹാദ് ആരോപിച്ചു. അവർ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു. ഷഹ്ബാൻ തന്നെ ഗോൾഡ് സിൽവർ വ്യാപാരിയായി പരിചയപ്പെടുത്തി. പക്ഷേ യഥാർത്ഥത്തിൽ മാല നിർമ്മിക്കുന്ന കടയിലെ ജീവനക്കാരാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇവർ കല്യാണം കഴിച്ചു. വിവാഹത്തിന് ശേഷം ഷഹ്ബാൻ തന്നെ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു, മതം മാറാൻ നിർബന്ധിച്ചു എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് ഈ കേസിനകത്ത് പറയുന്നത്. ഖുറാൻ വായിക്കാൻ നിർബന്ധിച്ചു, ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചു, അങ്ങനെയൊക്കെയാണ്. ബീഫ് വായിക്കാതെ കുത്തിക്കയറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അത് ഒന്നാമത്തെ. ഇനി അടുത്തത് ഇത് നേരെ തിരിച്ചാണ്. ഭോപ്പാലിലെ ശുഭം ഗോസ്വാമി, അയാൾ ഹിന്ദു, തൻ്റെ കാമുകിയുടെ മുസ്ലിം കുടുംബത്തിനെതിരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചു. 2022 അവരുടെ കുടുംബം അറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് മാറാൻ നിർബന്ധിച്ചു, ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു. 2. ഇനി അടുത്തത് അസമിലെ റിനിമ ബോറ, മിസസ് ഇന്ത്യ ഗാലക്സി 2024 വിന്നർ. പുള്ളിക്കാരി 16 വർഷത്തിന് ശേഷം ഒരു ട്രോമ പങ്കുവച്ചു. 16 വയസ്സുള്ളപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ മുസ്ലിം കാമുകനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം താലിബാൻ പോലെ പെരുമാറി, ശാരീരികമായി ഉപദ്രവിച്ചു. അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ അതിനകത്ത് കാണിച്ചത്? അടുത്തത് ഇൻഡോറിൽ തന്നെ ഉള്ളതാണ്. 21 വയസ്സുള്ള രാജസ്ഥാൻ സ്വദേശിനി ഇൻഡോറിൽ ജോലി തേടുമ്പോൾ ഇർഫാൻ അലിയെ പരിചയപ്പെടുന്നു. അദ്ദേഹം വ്യാജ പേരിൽ സൗഹൃദം സ്ഥാപിക്കുന്നു, വീട്ടിലേക്ക് ക്ഷണിച്ചു, അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു, സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു, ഗോമാംസം, ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു, മതം മാറ്റാൻ ശ്രമിച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇതൊക്കെയാണ് ആ കേസ്. ഇനി ഒരെണ്ണം കൂടെ. ബീഹാറിലെ അർച്ചന കുമാരി, ഹിന്ദു, കമാൽ അഷ്റഫിനെതിരെ 13 വർഷത്തെ ലൈംഗിക ചൂഷണം ആരോപിച്ച് കേസ് കൊടുത്തു. അദ്ദേഹം സുമിത് കുമാർ എന്ന ഹിന്ദു വ്യാജ പേരിൽ പ്രണയം നടിച്ചു, ലൈംഗിക ബന്ധം സ്ഥാപിച്ചു. 2014 ഗർഭിണിയായി, ഒരു മകൻ ജനിച്ചു. വിവാഹ വാഗ്ദാനം ചെയ്തെങ്കിലും മതം മാറാൻ നിർബന്ധിച്ചു, ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു, നമസ്കാരം ചെയ്യാൻ, പൂജാ സാധനങ്ങൾ നശിപ്പിച്ചു, അങ്ങനെ. അപ്പോൾ ഇത്ര എണ്ണമാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കുകളും മറ്റുമൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ആവശ്യക്കാർ പോയി നോക്കുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇത്ര ലിങ്കുകൾ കൊടുത്തെന്ന് പറഞ്ഞാലും ഇത് വ്യാജമാണെന്ന് ചിലർ പറയും ഇതൊക്കെ ഉള്ളതാണെന്ന് പറയും. അത് വിശ്വസിക്കാതിരിക്കുക. അത് ഓരോരുത്തരും കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കാതിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്തു. ഫേക്ക് ന്യൂസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതിങ്ങനെ തന്നെ നടന്നിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ലിങ്കുകൾ മറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി പരിശോധിക്കാം, വ്യക്തത വരുത്താം. അപ്പം നന്ദി, നമസ്കാരം.